ഇന്നെനിക്കു വിശേഷിച്ചു വേണ്ടതു വന്നു. കാരുണ്യത്തോടെ ഭവാന്മാരെ ഒന്നു ചൊല്ലണമെന്നു പുരുഷന്നു നല്ലതേറ്റവും. കൃഷ്ണ ഹരേ ജയ. യുധിഷ്ഠിര, ഇനി പ്രളയത്തിൻ്റെ ആരംഭവും അവസാനവും ഒക്കെ എങ്ങനെയാന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം, കേട്ടോളോ. സാധാരണ മനുഷ്യർക്ക് രാത്രിയും പകലും പോലെയാണ് ജഗത്തിന് സൃഷ്ടിയും പ്രളയവും. പകൽ അവസാനിക്കുമ്പോൾ നമ്മുടെ കർമ്മങ്ങളൊക്കെ അവസാനിപ്പിച്ച് സുഷുപ്തിയിൽ അണ്ടുപൂണിൽ നമ്മൾ രാത്രി മുഴുവൻ ഉറങ്ങുന്നുണ്ട്. അതുപോലെ ജഗത്തിൻ്റെ പകല് അവസാനിക്കുമ്പോൾ തൻ്റെ വ്യവഹാരങ്ങളൊക്കെ മതിയാക്കി ആദിത്യൻ മുതലായ അഗ്നികളെ അങ്ങോട്ട് ജ്വലിപ്പിക്കാൻ തുടങ്ങും. അതോടുകൂടി ഭൂമിയിലുള്ള സ്ഥാവര ജംഗമമായതെല്ലാം നശിച്ച് ഭൂമി ഏതാണ്ട് ആമയുടെ പുറന്തോട് മാതിരി ആയിത്തീരും. അത് കഴിഞ്ഞാൽ പിന്നെ ജലത്തിൻ്റെ പണിയാണ്. ജലം ഭൂമിയെ ആക്രമിച്ച് അതിലങ്ങോട്ട് ലയിപ്പിക്കും. പിന്നീട് ജലം അഗ്നിയിലും, അഗ്നി വായുവിലും, വായു ആകാശത്തിലും ലയിക്കും. ശബ്ദഗുണങ്ങളൊക്കെ നീങ്ങിയ ആകാശം അവ്യക്തതയിൽ ലയിക്കും. പിന്നെ പറയത്തക്കതോ അറിയത്തക്കതോ ആയ ഒന്നും ഇല്ലാണ്ട് അവ്യക്തമായ ഒരു ഭാവത്തോടു കൂടി പ്രകൃതി കുറെ കാലം അങ്ങനെ നിൽക്കും. പിന്നീട് ഒരു സന്ദർഭം വരുമ്പോൾ ഈ ലയിച്ച വസ്തുക്കൾ ഒന്നൊന്നായിട്ട് പ്രകാശിക്കാൻ തുടങ്ങും. അങ്ങനെ അത്ഭുതകരവും ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തതുമായ ഒരു പ്രതിഭാസമാണ് ഈ പ്രളയം. അതാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം അല്ലെങ്കിൽ കാലം. ലോകത്തിന് ശ്രേയസ് ഉണ്ടാവാൻ വേണ്ടി ബ്രാഹ്മണൻ എന്താ ചെയ്യേണ്ടത്? യുധിഷ്ഠിര, ലോകത്തിന് ശ്രേയസ് ഉണ്ടാവാൻ വേണ്ടി ബ്രാഹ്മണൻ തൻ്റെ ധർമ്മങ്ങളെ ശരിയായ രീതിയിൽ ആചരിക്കണം. ബ്രഹ്മചര്യം തുടങ്ങിയ ഏതെങ്കിലും ആശ്രമത്തിലായിരിക്കണം ബ്രാഹ്മണന്റെ ജീവിതം. ഏത് ആശ്രമത്തിലാണോ ഇരിക്കണത് ആ ആശ്രമത്തിലെ ധർമ്മങ്ങളെ തെറ്റുകൂടാണ്ട് ആചരിക്കണം. അങ്ങനെ ഓരോ ആശ്രമങ്ങൾ അനുഭവിച്ച് ഗൃഹസ്ഥാശ്രമത്തിലെത്തും. ആ ആശ്രമമാണ് ശ്രേഷ്ഠമായ ആശ്രമം. അതുകൊണ്ട് ഉത്തമനായ ഗൃഹസ്ഥൻ എല്ലാ വിധത്തിലും പൂജ്യനാണ്. അദ്ദേഹം ധർമ്മം കൊണ്ട് ധർമ്മമൂർത്തിയായ ഈശ്വരനെയും ഈശ്വരസ്വരൂപമായ ജഗത്തിനെയും ആരാധിക്കണം. അതിൻ്റെ ഫലമായിട്ട് ലോകത്തൊട്ടാകെ ശ്രേയസ് ഉണ്ടാവണം. അങ്ങനെയുള്ള ഈ ഗൃഹസ്ഥാശ്രമികൾക്ക് നിങ്ങൾ എന്തെങ്കിലും ദാനം കൊടുക്കുകയാണെങ്കിലോ അത് ഏറ്റവും ശ്രേഷ്ഠമായ ദാനമായിട്ട് വേണം കണക്കാക്കാൻ. എന്നാലോ ധർമാധർമ്മങ്ങളെ ശരിക്ക് തിരിച്ചറിഞ്ഞ് അതിനെ ആചരിക്കുന്ന ആളുകൾ ഇന്ന് ലോകത്ത് വളരെ വിരളമാണ്. അവിവേകികളായ ആളുകൾക്ക് ശരിയായ ധർമ്മത്തെ തിരിച്ചറിയാനുള്ള കഴിവ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് വിവേക ദൃഷ്ടി കൊണ്ട് ധർമാധർമ്മങ്ങളെ തിരിച്ചറിയാൻ ആദ്യം തന്നെ നമ്മൾ വേണ്ട സാധനങ്ങൾ ചെയ്യണം. അതുകൊണ്ട് ശരിയായ ഒരു സാധകന് മാത്രമേ ലോകത്തിലെ ശരിയായ ധർമാധർമ്മങ്ങളെ തിരിച്ചറിയാൻ കഴിയൂ. യുധിഷ്ഠിര, എന്തൊക്കെ ഉണ്ടായാലും ശരി, ജ്ഞാനമാണ് എല്ലാത്തിലും വെച്ച് വലുത്. ആത്മജ്ഞാനം കൊണ്ടല്ലാതെ ഒരാൾക്കും ചാരിതാർത്ഥ്യം അടയാൻ പറ്റില്ല. ആത്മജ്ഞാനം ഒരാളെ സംതൃപ്തനും ജീവൻ മുക്തനും ആക്കി തീർക്കും. വാക്കും വിചാരവും പ്രവൃത്തിയും ഇവയൊക്കെയാണ് സംസാര വ്യവഹാരത്തിൻ്റെ മുഖ്യ ഉപാധികൾ. തത്വവിചാരം കൊണ്ട് ഈ ജഗത്ത് മിഥ്യ മാത്രമാണ് എന്ന് മനസ്സിലാവാൻ തുടങ്ങും. അത് ദുഃഖം നിറഞ്ഞതാണ് എന്ന് ബോധ്യപ്പെടാനും തുടങ്ങും. അപ്പോൾ വൈരാഗ്യം താനേ വളരും. നിഷ്കളങ്കമായ ഭക്തിയോട് കൂടിയിട്ട് ഇഷ്ടദേവനെ ചിത്തത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ ശുദ്ധിക്കും തത്വവിചാരത്തിനും നമ്മളിൽ അർഹത വന്നു ചേരും. അതോടെ ജീവൻ മുക്തനും ചാരിതാർത്ഥ്യനുമായി തീരും. ഇങ്ങനെയുള്ള ആത്മജ്ഞാനത്തോട് കൂടാതെ മറ്റെന്തെല്ലാം ശ്രേയസ് ഉണ്ടായാലും അതുകൊണ്ട് അയാൾക്ക് മനസംതൃപ്തി ഉണ്ടാവാൻ പോണില്ല. യുധിഷ്ഠിര, ജ്ഞാനം തന്നെയാണ് സംസാര സാഗരത്തിൻ്റെ മറുകര കടക്കാനുള്ള ഏക തോണി. വിദ്യയാണ് ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്ന ഉപാധി. ശരിയും തെറ്റുമായ ഏതൊരു പ്രവൃത്തിക്കും ഹേതു അവനവൻ്റെ സ്വഭാവമാണ്.
സ്വഭാവത്തിനെ ജയിക്കാതെ ആർക്കും സ്വതന്ത്രനായി ശ്രേയസ്സിനെ അന്വേഷിക്കാൻ കഴിയില്ല. പ്രജ്ഞയാണ് സ്വഭാവത്തിനെ ജയിക്കാനുള്ള ഉപകരണം. പ്രജ്ഞ വികസിച്ച ഒരാൾക്ക് സ്വഭാവത്തെ അടക്കാനും വിദ്യയെ പ്രകാശിപ്പിക്കാനും കഴിയും. എന്തു പ്രവൃത്തിയും വീക്ഷിച്ചോളൂ. സാധാരണക്കാരൻ ചെയ്യുന്നതും ജ്ഞാനി ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് എത്ര പ്രയാസപ്പെട്ടും ആത്മജ്ഞാനം സമ്പാദിക്കാൻ ശ്രമിക്കണം. അത് ഒരു മനുഷ്യനെ സന്തുഷ്ടനും സംതൃപ്തനുമാക്കി തീർക്കും. അപ്പൊ യുധിഷ്ഠിരനൊരു സംശയം, പിതാമഹ, എല്ലാ ആശ്രമങ്ങളിലും വെച്ച് ഗൃഹസ്ഥാശ്രമമാണ് ശ്രേഷ്ഠമായ ആശ്രമം എന്ന് അങ്ങ് പറയണ്ടായില്ലോ. ആത്മജ്ഞാനം സമ്പാദിക്കലാണ് മുഖ്യ കർത്തവ്യം എന്നും അങ്ങ് പറയണ്ടായി. ആ സ്ഥിതിക്ക് ഗൃഹസ്ഥനും ആത്മജ്ഞാനം സമ്പാദിക്കാണ്ട് വഴിയില്ലല്ലോ. തപസ്സും വിദ്യ അല്ലാണ്ട് ആത്മജ്ഞാനം പ്രകാശിപ്പിക്കാൻ വഴിയില്ല. ഗൃഹസ്ഥാശ്രമി തൻ്റെ ഗൃഹസ്ഥാശ്രമ ദുഃഖങ്ങളിൽ അലഞ്ഞു തിരിയുമ്പോൾ ഇതിനൊക്കെ എവിടെയാ സമയം കിട്ടുക എന്നാണ് യുധിഷ്ഠിരന്റെ ചോദ്യം. ഇതേ ചോദ്യത്തിനുള്ള ഉത്തരം വ്യാസൻ ശുഗമഹർഷിക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. തപസ്സും വിദ്യയും വളർത്താതെ ലോപാദി ചിന്താദോഷങ്ങളെ നീക്കാതെ ജ്ഞാനിയാവാൻ കഴിയില്ല എന്ന് നിസ്സംശയം പറയാം. ഗൃഹസ്ഥന് ആ വക കാര്യങ്ങള് സാധകങ്ങളാവണം. ധർമാചരണം കൊണ്ട് കർമ്മവ്യവഹാരങ്ങളും എല്ലാം ഉള്ളവൻ തന്നെയാണ് ഗൃഹസ്ഥൻ. അങ്ങനെയൊക്കെ ആണെങ്കിലും നിസ്സംഗനായിട്ടാണ് തൻ്റെ കർമ്മം ചെയ്യുന്നത് എന്ന് വന്നാൽ അപ്പോ അത് സാധകമായി തീരുകയാണ്. താൻ തൻ്റെ കർമ്മം ദൈവത്തിൽ അർപ്പിച്ച് ചെയ്യുന്നു. അതിൻ്റെ പ്രതിഫലോ ഒന്നും ഇച്ഛിക്കാതെ തൻ്റെ ഗൃഹസ്ഥാശ്രമ ജീവിതം കൊണ്ടു നടക്കാൻ കഴിയണം. അപ്പോൾ അത് ഒരു സാധകമായി മാറും. തൻ്റെ കർമ്മങ്ങളെ വിദ്യാമയങ്ങളാക്കി തീർക്കണം. അതിനെയാണ് യുധിഷ്ഠിര കർമ്മയോഗം എന്ന് പറയുന്നത്. ആ ഗൃഹസ്ഥന് ഗാർഹസ്ഥ്യവും മുക്തിക്കും തടസ്സമൊന്നും ഉണ്ടാവുന്നില്ല. ജീവിത ലക്ഷ്യം ഗാർഹസ്ഥ്യമോ ഗൃഹധർമ്മങ്ങളോ അതുകൊണ്ടുള്ള സ്വർഗാനുഭൂതികളോ അല്ല, കൈവല്യപ്രാപ്തിയാണ് എന്നുള്ള ബോധം ഉദിക്കണം. ആ സ്ഥിതിക്ക് തപോവിദ്യകളെ സമ്പാദിക്കാനോ കർമ്മങ്ങളെ വിദ്യാമയങ്ങളാക്കാനോ ഒട്ടും വിഷമമുണ്ടാവില്ല എന്ന് യുധിഷ്ഠിരന്റെ ആ സംശയത്തിന് പിതാമഹൻ ശരിയായ ഉത്തരം കൊടുത്തു. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.